എവിടാന്ന് പറ? രാജസ്ഥാൻ, ജയ്പൂർ, അമീർ ഫോർട്ട് ആൻഡ് പാലസ്. നമ്മൾ ജയ്പൂരിലെ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ പോയിട്ട് വരാം. കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു വ്യൂ ആകട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആമർ ഫോർട്ട്. വൈകുട്ടിക്ക് അതാ ഇഷ്ടപ്പെട്ട? വൈകുട്ടി ഇതൊക്കെ ചരിത്ര നിമിഷങ്ങളാണ് വൈകുട്ടി, മനസ്സിലായല്ലേ? നമ്മൾ പോകുന്ന ചരിത്രത്തിലേക്കാണ്. എവിടോട്ടാണ്? ചരിത്രത്തിലേക്ക്. നമുക്കാണ് കയറാൻ പറ്റുന്നത്. നമ്മൾ കയറാൻ വേണ്ടി വന്നതല്ലേ. രാജാക്കന്മാരുടെയൊക്കെ ഓരോ ജയ്പൂരിൽ ഫുള്ള് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാ അല്ലേ. ജയ്പൂർ മഹലാണ്, മഹൽ. മഹലിന്റെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുവേ. എവിടെ പോയാലും കാണും അല്ലേ ഏട്ടാ? ഏട്ടനാണെങ്കിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കത്തുമില്ല. അജ്ര മസ്താനിയിലെ ആ സിനിമയുടെ സോങ് ഇതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സിനിമയിലകത്ത് ഓൾമോസ്റ്റ് ഈ ആംബർ ഫോർട്ടിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ചപ്പൽ. ആയിക്കോട്ടെ, ഇത് നോക്കണേ. കുറേ കരകൗശല സാധനങ്ങളൊക്കെ ഉണ്ട്. പുര കുഴപ്പമില്ലടാ, 50 രൂപയുള്ളു. ഒരു നമ്മൾ വാക്ക് ചെയ്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇനി കയറണം. നല്ല വെയിലുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നല്ലേ. നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. 15 മിനിറ്റ്സോളം നമ്മൾ ഇതുപോലത്തെ വാക്ക് ചെയ്ത് ഈ ഫോർട്ടിൻ്റെ അകത്തെത്തുന്നത്. മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ്. കുറഞ്ഞ ടയേർഡ് ഗൈസ്. നീയും കഴിഞ്ഞേട്ടാ. ബട്ട് നമുക്കാർക്കും പോകാൻ പറ്റില്ല. എന്തോ ഇത് നമ്മൾ വന്ന വഴിയല്ലേ? അല്ല, അങ്ങനെ നമ്മുടെ കാർ എടുത്തോണ്ട് വന്നപ്പോരായിരുന്നു. അത്രയും നടക്കണമായിരുന്നു. ശരി, പോലെ ചലോ ചലോ ചലോ. ഋഷികൂടനും കുഴഞ്ഞ അവർ ചാസ് കുടിക്കാൻ പോവാ. നമ്മുടെ ദഹിക്കാ പറയുന്നത് ചാസൊന്നും ഇല്ലല്ല. അപ്പൊ ധേരെ തുമ്പോ ചാസാന്നും പറഞ്ഞു മോരോടുത്ത് പറ്റിച്ചു കേട്ടോ. ചാസും മോരും ഒന്ന് തന്നെയാണ് കേട്ടാ. നമ്മുടെ नहीं मेरे पास जूता नहीं है, हाथ में नहीं है. ഇത്ര ചൂടത്ത് ഇവരെല്ലാരും വരുന്നുണ്ടല്ലേ. അങ്ങനെ 15 മിനിറ്റ് നടന്ന് ഞങ്ങളിത് അമർ ഫോർട്ടിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. റീച്ച് അവർ ഡെസ്റ്റിനേഷൻ. ഇതാണ് അകത്ത് കയറുമ്പോൾ ഉള്ള വ്യൂ. ഓക്കെ, ഇവിടെ രണ്ട് വശത്തുമായിട്ട് ഒരു പീരങ്കികൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൾക്കാരൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. അതിന് താഴെ പോയി ഇരിക്കാൻ. ടെറസ് കയറാൻ പറ്റുമോ? ഓക്കെ ഓക്കെ. എൻ്റെ കവാടം. ഋഷിക്കുട്ടിന് എന്താ കണ്ടുപിടിച്ചെന്താ? ടെറസിൽ കയറാൻ പറ്റും. ഓക്കെ, എൻട്രി ഉണ്ടല്ലോ. പെർ പേഴ്സൺ 100 rupees ആണ്.
പിന്നെ ബിലോ 80 സ്റ്റുഡൻസ് ആണെങ്കിൽ 20 റുപ്പീസ്. മുകളിൽ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ കേട്ടോ. നല്ല എന്താ എല്ലാം കേട്ടോ. അതിൻ്റെ അകത്ത് കയറാനാണ് വിളിക്ക് കൊടുത്തേ, പാസ് എടുത്തേ. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് മുകളിൽ പോവാം. കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ എന്താ, അത് ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. അയ്യോ, ആലപ്പുഴയുടെ സൗന്ദര്യം കണ്ടു വളർന്ന വിനോദ ഇപ്പൊ ജയ്പൂരിലെ അമീർ ഫോർട്ടിലാണ് നിൽക്കുന്നത്. ഹൗ ഡു ഫീൽ നൗ? നീ അമീർ ആയി പോയി. അയിനോ നല്ല ഭംഗിയാണ് കേട്ടോ. ശരിക്ക് ജയ്പൂർ വന്നിട്ടില്ലല്ലോ. എനിക്ക് പണ്ട് തൊട്ട് എനിക്ക് രാജസ്ഥാൻ അമീർ ഗ്രൂപ്പിലിടാ. ശരിയാ. वो बंद हो गया। अच्छा, सुबह आएंगे आप लोग को 25 रुपये चार्जेज होगा। हाथी ला के छोड़ेगी और लेके नहीं आएगी। महल के सेकेंड पार्ट में है जहाँ पर आप लोग खड़े, इसके नाम में दीवानी आम, जहाँ पर राजा आम जनता के खिलाफ सुनते थे और न्याय करते थे कि किसको क्या सज़ा देना है। ये कोर्ट है, जैसे पापा आपके राजा हैं, किसी को सज़ा देंगे तो यही देंगे, जीत को राजा बैठेंगे, एक का मुख्यमंत्री सेनापति, बाकी मंत्री ऊपर, पब्लिक नीचे, आपकी माता जी उस खिड़की में, आप बैठोगे और देखोगे। ആ സമയത്തിൽ കോർട്ടായിരുന്നു, അതായത് കോടതി കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന സ്ഥലമാണ് ഇവിടെ എന്നാ പറയുന്നത്. ഇതിൽ രാജാവ് റാണി അവിടെ നിന്നാണ് നോക്കുന്നതെന്നൊക്കെ പറയുന്നു. രാജാവ് ആളുടെ സാധനങ്ങളൊക്കെ, അതായത് രാജാവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുന്ന സ്ഥലമായിരുന്നു വന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കും. ആ തലാബിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് കൊടുക്കുമെന്ന് സാധനങ്ങളൊക്കെ. സെയിലിങ് ഇവിടെ പർച്ചേസിങ്, ഇന്നത്തെ പോലെ സാധനങ്ങളൊക്കെ വിൽക്കത്തില്ലേ, അതേപോലൊരു വ്യവസ്ഥ. ഇത് നമ്മുടെ രാജ്ഞിക്ക് വേണ്ടിയിട്ട് രാജാവ് ഉണ്ടാക്കിയ ഗാർഡനാണ്. ഭംഗിയല്ല കേട്ടോ. എന്റെ പൊന്നെ, മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല രസം. ഇതാണ് അകത്ത് ടൈമില്ല വായിച്ചിരിക്കുന്നത്. ഇതാണ് മിറർ മഹൽ. ഇവിടെ രാജാവ് ആക്ച്വലി ആളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇരിക്കാനും, പിന്നെ അവർക്ക് ഏതെങ്കിലും പ്രത്യേക ദിനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരാനും ഒക്കെ വേണ്ടിയിട്ട് ഇവിടെ, അതായത് മൊത്തം മിറർ വർക്ക്സ് ആണ്. എല്ലായിടും ഫുൾ മിറർ വർക്കാണ്. എൻ്റെ മുഖം കാണാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുമോ? ഇതാണ് മിറർ പാലസ്. ഇതിവിടെ ഗസ്റ്റുകളും രാജാവിൻ്റെ സ്പെഷ്യൽ ഒക്കേഷനൊക്കെ വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഇവിടെയാണ് പ്രസൻറ്റ്, ഇവിടെയാണ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഏരിയ ഇത്. എന്ത് സ്ഥലമാണ്? മിറർ ഗ്ലാസ്. വാ, കയറി വാ. മാൻസിംഗിൻ്റെ പാലസിൻ്റെ അകത്തോട്ട് പോകുന്ന വഴിയാ. വാ, ഇതാണ് കേട്ടോ ഓരോരോ റൂംസൊക്കെയാണ്. അയ്യോ, നോക്കിക്കേ, പണ്ടത്തെ കൊട്ടാരമാണിത്. കൊട്ടാരം. നിങ്ങളാണിപ്പോൾ ഇവിടുത്തെ മാൻസിംഗ്. ഇവിടെ കയറാൻ പറഞ്ഞിട്ട് വയ്യ, അടയ്ക്കുവാ. എനിക്ക് ഇടവഴിയിൽ അമീർ ഫോർട്ടിൻ്റെ പാലസിൻ്റെ അകത്ത് ഇടവഴിയിലൂടെ നടക്കുക. ഇപ്പം എന്തുവാ നോക്കില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല ആക്ച്വലി. ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെ ജയിലൊന്നും അല്ലപ്പാ. നല്ലതായിട്ടുണ്ട്. ഋഷിക്കുട്ടൻ പറയാ
വേണ്ടപ്പ പൊളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. 8 ടോപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. ഹാണ്ടായിട്ടുള്ള വ്യൂവാ. കുറേ നേരത്തെ കറക്കത്തിന് ശേഷം ഞങ്ങൾ അയ്യോ വേറെ സ്ഥലമായത്, വേറെ സ്ഥലം എല്ലാം കണ്ടു വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇവിടുത്തെ രാജസ്ഥാനി സംഗീതം. എവിടെ വന്നാലും ഇതുപോലുള്ള അയ്യോ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഉടുപ്പ് വാങ്ങിച്ചത് മതിയായി. മെയിൻ അട്രാക്ഷൻ ഇതാണ് കേട്ടോ, പാവം. അങ്ങനെ നമ്മുടെ അമീർ ഫോർട്ട് കണ്ടിട്ടുണ്ട്. രാജസ്ഥാനിൽ വരുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇത്ര സമയം കൊണ്ട് കവർ ചെയ്യണം. 1 മണിക്കൂറല്ലേ, 1 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് കവർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ 4-5 മണിക്കൂറായി. ഒത്തിരി ഉണ്ട് കാണാനായിട്ട്, കണ്ടിട്ട് തീരാത്ത പോലെ. നല്ല ഭംഗിയാട്ടോ. എപ്പോഴെങ്കിലും വരാൻ തോന്നുമ്പോൾ വരിക. ഇത് ഈ രാജകൊട്ടാരത്തിൻ്റെ ഒരു ഏരിയ ആണ്. ഇത് ആക്ച്വലി റാണി ഭയങ്കര പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരാളായതുകൊണ്ട് മഹാരാജാവ് റാണിക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്ത ഒരു ഗാർഡനാണ് ഇത് കേട്ടോ. എന്നിട്ട് അവര് അവരുടെ ഒഴിവ് സമയങ്ങളൊക്കെ പോയി കാണുന്ന പോകാൻ പറ്റും. കവാടങ്ങൾ കാണുന്നുണ്ട്. ഇത് സൂരജ് ഗേറ്റും അത് മൂൺ. ആ അങ്ങനെയാ അയാൾ പറഞ്ഞത്. ശരി, അപ്പം നമ്മളിതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വീണ്ടും ഒരു ലൊക്കേഷനിൽ കാണാം. ബൈ.